ഏത് നിരാശ നിറഞ്ഞ സാഹചര്യത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിജയവും രക്ഷയും നൽകി തരുമെന്ന് നാം വിശ്വസിക്കേണ്ടവരാണ്. അങ്ങനെയാണ് നമ്മുടെ നിരാശയെ നാം മറികടക്കേണ്ടത്. എപ്പോഴും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് സാത്താനും അവൻ്റെ ദൂതന്മാരും ഭൂതശക്തികളും നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നാം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുകയും ചെയ്ത് സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും നാം ജയിക്കേണ്ടതാണ്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്: നിരാശകളെ നാം അതിജീവിക്കുക ദൈവത്തിൻ്റെ വചനത്താൽ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നിരാശകളുണ്ടാകാം. എന്നാൽ അത് നമ്മെ കീഴ്പ്പെടുത്താനായി നോക്കുമ്പോഴാണ് ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ വചനത്താൽ, നമ്മുടെ വചനം പ്രഖ്യാപിക്കുന്നതിലൂടെ, വചനം ഏറ്റുപറയുന്നതിലൂടെ നമുക്കതിനെ ജയിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഒരുപാട് പേരെ പിശാച് നിരാശ എന്ന ആയുധം ഉപയോഗിച്ച് അടിമപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് യൗവനക്കാരെ, ഒരുപാട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹോദരിമാരെ. എന്നാൽ അവിടെ നിന്ന് പുറത്തു വരുവാനുള്ള ഏക മാർഗം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്ത് കിട്ടി, എന്താ പ്രയോജനമെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ നിരാശയുടെ തടവറയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയുള്ളൂ. 42-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ കോരഹപുത്രന്മാർ പാടുകയാണ്: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഇനിയും ഞാൻ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. നിരാശ വർദ്ധിച്ച് വിഷാദമായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ നിരാശയാണെങ്കിലും, വിഷണ്ണ മനസ്സാണെങ്കിലും, വിഷാദമാണെങ്കിലും ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. പ്രാർത്ഥനയിലൂടെ പരിഹരിക്കപ്പെടുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ വചനം അയക്കുന്നു. ദൈവത്തിൻ്റെ വചനം അയച്ച് ആ വചനം നാം സ്വീകരിക്കുമ്പോൾ വചനത്തിലൂടെയുള്ള ദൈവ ആത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ദൂതന്മാര് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാ അഡിക്ഷൻ ശക്തികളെയും പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുനിന്ന് എടുത്തു കളയും. ഇങ്ങനെ നിരാശയെ നമുക്ക് ജയിക്കാം. ദൈവശബ്ദത്തിലൂടെ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ദൈവശബ്ദത്തിലൂടെ. ഏലിയാവ് നിരാശപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ഏറ്റവും ധൈര്യമുള്ള ധീരനായ പഴയ നിയമത്തിലെ പ്രവാചകൻ ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് തളർന്നുപോയി, വാടിപ്പോയി. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഭയങ്കര ധീരന്മാരാണ്, പുറമെ ഭയങ്കര കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളവരാണ്. പക്ഷേ നിസ്സാര കാര്യങ്ങളിൽ അവർ പോയി വിതുമ്പുന്നുണ്ട്, അവർ നിലവിളിച്ചു പോകുന്നുണ്ട്. എല്ലാവരും കൈവിട്ടോ എന്ന് വിചാരിച്ച് മനക്കരുത്ത് പെട്ടെന്ന് ചോർന്നു പോകുന്ന ആളുകളുണ്ട്. ഏലിയാവ് അങ്ങനെ പെട്ടെന്ന് തളർന്ന് വാടിപ്പോയ കാര്യം രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ അതിൻ്റെ 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവിടെ യഹോവ ഒരു ദൂതനെ അയച്ച് അവനെ ധൈര്യപ്പെടുത്തുകയാണ്, എഴുന്നേൽപ്പിക്കുക. അവൻ പറയുന്നത്, ഞാൻ മരിച്ചാൽ മതിയായിരുന്നു, ആരും കാണാതെ എന്നെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. ദൈവം അവനോട് പറയുന്ന കാര്യം, നീ എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അപ്പം ഈ നിരാശയുടെ ഒരു വലിയ രീതി എന്നാണെന്നറിയാമോ? നിരാശ വരുമ്പോൾ നിനക്കിനി ഒത്തിരി ഓടാനില്ല, ഇതൊരു അവസാനമാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ നിനക്കിനി ഓടാനുള്ളൂ, ഇത്രയൊക്കെ നീ ഉള്ളൂ, നിനക്കിനി ഉയരാൻ പറ്റുകയില്ല, പോകാൻ പറ്റുകയില്ല, നന്മ അനുഭവിക്കാൻ പറ്റുകയില്ല, വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റുകയില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുപോലെ ഉള്ളൂ നീയും. അതല്ലേ അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല, എന്നെ അങ്ങ് എടുത്തോണേ. ഇത് പിശാച് പറയിപ്പിച്ച ഒരു വാക്കാണ്. പക്ഷെ അവിടെ ദൈവം തരുന്നൊരു വാക്കെന്നറിയാമോ? നീ എഴുന്നേറ്റ് തിന്നുക, ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. ആമേൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പിശാച് പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറമായി പറയാനുള്ളൊരു ദൈവത്തിൻ്റെ വചനം ഇതാണ്: എഴുന്നേൽക്കുക, ഈ വചനം വിശ്വസിക്കുക, വചനം ഭക്ഷിക്കുക, ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആമേൻ. ഒന്ന് പറഞ്ഞേ, ദൂരയാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ഈ പ്രതിസന്ധികളെ നിങ്ങൾ ജയിക്കും, ഈ ഭീഷണികളെ നിങ്ങൾ ജയിക്കും, ഈ നിരാശയുടെ ദിവസം മാറിപ്പോകും. ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട്. അതിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ വചനം പറഞ്ഞ് തട്ടി ഉണർത്തുന്നത്.
ഹല്ലേലൂയ. നീ എഴുന്നേൽക്കുക, ദൂരയാത്ര ചെയ്യാനുണ്ട്. അപ്പൊ പിശാച് വെച്ചിരിക്കുന്ന ഒരു അവസാനമോ അന്ത്യമോ അല്ല, ഭാവിയോ അല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. യോന എന്ന് പറയുന്ന പ്രവാചകൻ, യോനയുടെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ആകയാൽ യഹോവ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ മരിച്ചാൽ മതി. യോന പറയുന്നത് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. ചില കാര്യങ്ങളൊന്നും നടന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്ന് കാണുമ്പോൾ മരിച്ചാൽ മതിയായിരുന്നു ചിന്തിക്കുക. യൂദായ്ക്ക് സംഭവിച്ചത് അതായിരുന്നു. താൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. യേശു യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് വിടുതല പ്രാപിച്ച, അല്ലെങ്കിൽ അവരുടെ ക്രൂശീകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നില്ല എന്ന് യൂദ കണ്ടപ്പോഴാണ് മരിക്കാനായി ഓടിപ്പോയത്. മരിക്കുന്നതൊക്കെ മരിച്ചാൽ മതി, പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് മരണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ ചെയ്യരുത്. ദൈവത്തിങ്കിലേക്ക് ഓടിക്കയറണം. ദൈവത്തിൻ്റെ കാൽച്ചോട്ടിയിരിക്കണം. അവൻ്റെ മുമ്പിൽ വീണ് കിടക്കണം. അവൻ ഇടപെടുന്നത് വരെയും കാത്തിരിക്കണം. അവൻ്റെ ശബ്ദം കേൾക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യണം. അടുത്ത അവൻ്റെ ശബ്ദം തരുമ്പോൾ എഴുന്നേൽക്കണം. അവൻ പറയുന്നത് മാത്രം ചെയ്യണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ അഭിപ്രായം ഒന്നും കേൾക്കണ്ട, വചനത്തിലേക്കും ദൈവശബ്ദത്തിലേക്കും തിരിയണം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഇനിയും ഞാൻ അവനെ സ്തുതിക്കും. അതാണ് 42-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. 118-ാം സങ്കീർത്തനം 17-18 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് ആ വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്തപ്പോൾ നമ്മൾ പറയുന്ന അടുത്ത പ്രത്യാശയുള്ള വാക്കാണ്. അത് അനേകരെ ധൈര്യപ്പെടുത്തും. ഞാൻ മരിക്കയില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ പലരും ചിന്തിച്ചു എൻ്റെ അവസാനമായെന്ന്, അല്ലേ? പക്ഷേ ഞാൻ പറയുന്നു, ഇനി ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാൽ മാത്രമല്ല മറ്റുള്ളവർ പറഞ്ഞാലും ഞാൻ മരിക്കയില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പറയാനും വേണ്ടിയാണ്. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചെങ്കിലും എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അതെ, നിങ്ങളെ അതിനുവേണ്ടി ഏൽപ്പിച്ചിട്ടില്ലെന്നേ. സമയമായിട്ടില്ല. ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കണം. പ്രാർത്ഥനയിലൂടെ ജയിക്കണം. ആത്മാവിൽ പോരാടി ജയിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ 10 മുതലുള്ള 18 വരെയുള്ള വാക്യത്തിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ജയിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങൾ ജയിക്കണം. സകല പിശാചിൻ്റെ വാഴ്ചകളെ ജയിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളെ സഹായിക്കും. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാണ് ദൈവം നൽകിയെന്നാണ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുക, നമുക്ക് നൽകിയിരിക്കുക. അവിടെ നിരാശകളെ ജയിക്കാം. മരിക്കാനല്ല, മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ, ദൂരയാത്ര ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കൊരു ധൈര്യം തരട്ടെ. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് പിശാച് കൊണ്ടിട്ടിരിക്കുന്ന സകല ദുരാലോചനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതല്ല എൻ്റെ ദൈവത്തിൻ്റെ ആലോചന. ഞാൻ മരിക്കല്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൂരയാത്ര ചെയ്യുവാൻ കർത്താവേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിരാശയുടെ ആത്മാവ് ഈ മക്കളെ വിട്ട് മാറിപ്പോകട്ടെ. വിഷാദ ശക്തികൾ മാറിപ്പോകട്ടെ. ഇവിടെ കുടുംബങ്ങളെ വിട്ട് മാറട്ടെ. ഈ മക്കളുടെ തലമുറകളെ വിട്ട് മാറിപ്പോകട്ടെ. ധൈര്യവും പ്രത്യാശയും നിറയട്ടെ. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യും. ഈ വചനം വീണ്ടും വീണ്ടും ചിലരൊക്കെ പറയുന്നുണ്ട്, എൻ്റെ വചനം, ഈ പ്രസംഗമൊക്കെ ഞാൻ ഷോർട്ടായിട്ട് പറയുന്നത്, ചുരുക്കമായിട്ട് പറയുന്ന വചനം 3-4 പ്രാവശ്യമൊക്കെ വെച്ച് കേൾക്കുന്നവരുണ്ട്. ആ വചനം കേൾക്കുക, വചനം വിശ്വസിക്കുക. വചനം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അതുപോലെ ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.